ഏതൊക്കെ അസുഖമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം നാം നിയന്ത്രിക്കേണ്ടത് ആ പേഷ്യൻറ്റിൽ പ്രമേഹത്തെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രമേഹത്തെ അസുഖങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത്. കോശങ്ങൾക്കകത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കയറ്റിവിടുന്ന ശരിക്കും ATM കാർഡ് പോലുള്ള ഒരു സാധനമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അതായത് ഇൻസുലിൻ്റെ കുറവ് കൊണ്ട് കോശങ്ങളിൽ ഗ്ലൂക്കോസ് എത്തിപ്പെട്ടില്ലെങ്കിൽ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ കോശങ്ങളിൽ കിട്ടാതെ നമ്മുടെ രക്തക്കൊഴലുകളിലൂടെ ഇത് കറങ്ങി നടന്ന് നമ്മുടെ കണ്ണിനെയും കിഡ്നിനെയും ഞെരുമ്പിനെയും രക്തക്കൊഴലിനെയും ബാധിക്കുക എന്ന് പറയുന്ന പ്രശ്നത്തിനെയാണ് നമ്മൾ ഡയബറ്റീസ്, പ്രമേഹം എന്ന് പറയുക. ഞാൻ ഡോക്ടർ അജ്മൽ പി മുഹമ്മദ്, വടകര ആശ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. അപ്പോൾ HbA1c എന്ന് പറഞ്ഞാൽ 3 മാസത്തെ ആവറേജ് ആണെന്ന് പറഞ്ഞു. അത് 5.5 താഴെ നോർമൽ, 6.5 വരെ ഗുളിക വേണ്ട. അതുവരെയുള്ള ആ ഒരു ഷുഗറിന് നമുക്ക് ആഹാരങ്ങളിൽ നിയന്ത്രണങ്ങൾ വെച്ച് എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ തടിയെ കുറച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ഇനി 3 മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് മെഷീനിന്, ഒട്ടുമിക്ക മെഷീൻസിനും അത് 13 വരെയാണ് വായിക്കാൻ കഴിവുള്ളൂ. ഓരോ മെഷീനുകൾക്ക് വ്യത്യസ്തം വരുന്നത് പ്രകാരം ചില മെഷീൻസിന് 14-15 വരെയൊക്കെ വായിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ 3 മാസത്തെ ആവറേജിൻ്റെ പ്രാധാന്യം? കാരണം ഒരാളിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഷുഗർ 200 ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ആളിൽ നമുക്ക് ഷുഗർ ഗുളിക സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു, നേരത്തെ തലേ ദിവസം കഴിച്ച ആഹാരത്തിൻ്റെയോ അല്ലെങ്കിൽ അന്ന് രാവിലെ കഴിച്ച ആഹാരത്തിൻ്റെയോ കൂടുതൽ കൊണ്ടുണ്ടായ ഷുഗർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് അന്നത്തെ ഷുഗർ വെച്ചിട്ട് ഷുഗർ സ്റ്റാർട്ട് ചെയ്താൽ, ഗുളിക സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ആളുടെ ഷുഗർ ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ 3 മാസത്തെ ആവറേജ് ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടുതലാണെങ്കിൽ മാത്രമേ ഗുളിക കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരുടെ ബാങ്കിലും ഉള്ള പൈസ വ്യത്യസ്തമാണെന്നാണ് പറയാം. അപ്പോൾ നമ്മളിൽ പാൻക്രിയാസിൻ്റെ അകത്തിരിക്കുന്ന പൈസ എന്ന് പറയുന്ന ഇൻസുലിനെ നമ്മൾ ശരിക്കും ഓരോ കാരണം കൊണ്ട് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ ഇൻസുലിൻ പ്രവർത്തിക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിലെ ഇൻസുലിൻ അനുസരിച്ച് ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് അനുസരിച്ച് കാലക്രമേണ അത് തീരുമ്പോൾ ശരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോലും നമുക്ക് അതിൻ്റെ അകത്ത് വ്യത്യസ്തത വരുത്തേണ്ടി വരും. അപ്പോൾ പാൻക്രിയാസിൻ്റെ അടുത്തിരിക്കുന്ന ഇൻസുലിൻ കുറവാണെങ്കിലോ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഇൻസുലിൻ ഇല്ലെങ്കിലോ ചിലപ്പോൾ അവർക്ക് ഇൻസുലിൻ തന്നെ കൊടുക്കേണ്ടി വരുന്നതായിരിക്കും ചികിത്സ. ചില ആളുകളിൽ ഇൻസുലിൻ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഗുളിക വെച്ചിട്ട് അവനെ അടിച്ച് പണിയെടുപ്പിക്കണം. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ആ ഇൻസുലിനെ അവൻ പണിയെടുക്കുന്നില്ലെങ്കിൽ അടിച്ച് പണിയെടുപ്പിക്കുക എന്നുള്ളതായിരിക്കണം ടൈപ്പ് 2 ഷുഗറിൻ്റെ ചികിത്സാ രീതി. ഇനി ഗുളിക വെച്ച് ചികിത്സിക്കുമ്പോൾ നാളത്തേക്ക് ഇരിക്കുന്ന ഇൻസുലിൻ എടുത്തുകയോ അല്ല ഉള്ള ഇൻസുലിൻ അടിച്ച് പണിയെടുപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇൻസുലിൻ തീരുന്നതിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ കാലക്രമേണ നമ്മൾ കഴിക്കേണ്ട ഗുളികയുടെ ഡോസ് കൂടുകയല്ലാതെ കുറയുകയില്ല. അപ്പോൾ ആദ്യം ഞാൻ അടിച്ച് പണിയെടുപ്പിച്ചു, അവിടെ ഇരിക്കുന്ന ഇൻസുലിനെ പഠിച്ച് പണിയെടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവൻ പണിയെടുക്കുന്നില്ല. എന്ത് ചെയ്യണം? കുറച്ച് കഴിയുമ്പോൾ നാളത്തേക്ക് ഇരിക്കുന്ന ഇൻസുലിനെ ഞാൻ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗുളിക വെച്ചിട്ട് ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം. സൾഫോണിൽ യൂറിയ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ഗുളിക വെച്ച് പിഴിഞ്ഞെടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ കാലക്രമേണ അവിടെ ഇരിക്കുന്ന ഇൻസുലിൻ തീരുമ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പിഴിഞ്ഞാൽ നാളെ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഇൻസുലിൻ ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ ഷുഗർ കൂടി നിന്ന് കറങ്ങി നടന്ന് കണ്ണിന്, കിഡ്നിക്ക്, ഞെരുമ്പിന്, രക്തക്കൊഴലിന് കേടുവരുത്താം. ഇനി അവിടെ ഇരിക്കുന്നത് തീരുന്നത് പിഴിഞ്ഞെടുക്കേണ്ട സമയമായോ, ഡോസ് കൂട്ടേണ്ട സമയമായോ എന്നറിയാൻ വേണ്ടിയാണ് പല പ്രാവശ്യവും നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോവുക. അപ്പോൾ അവിടെ ഇരിക്കുന്നത് പിഴിഞ്ഞെടുക്കുന്നത്, വെറുതെ ഗുളിക വെച്ച് പിഴിഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്നത് നമ്മൾ HbA1c എന്ന് പറയുന്ന ടെസ്റ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. ഇന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ രോഗിക്ക് HbA1c 13 എന്ന് വിചാരിക്കുക. അപ്പോൾ ഡോക്ടറിൻ്റെ ടാർഗറ്റ് എന്താ? ഗുളിക വെച്ചിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ അതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഒരു വട്ടം നോക്കിയപ്പോൾ 13, അടുത്ത 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 10 ആയെങ്കിലോ അത് വിജയിച്ചു. വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോൾ അതിന് വീണ്ടും കുറച്ച് കൊണ്ടുവരാൻ പറ്റിയാലോ അപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചു. അപ്പം നമ്മളൊരു 13 നിന്നിട്ട് വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോഴും 13 തന്നെയാണെങ്കിൽ ആ 3 മാസം കഴിച്ച ഗുളികകൾ കൊണ്ട് വലിയ ഗുണമില്ല എന്നാണ് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഗുളികകൾ കണ്ട് അത് കഴിച്ചിട്ട് അത് 6.5 താഴെ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ 3 മാസം ഗുളിക കഴിച്ചിട്ട് 6.5 താഴെ എത്തി. അപ്പോൾ വിചാരിക്കും നമ്മുടെ ഷുഗർ മാറി എന്നല്ല. ആ ഗുളിക കഴിച്ച് നമ്മുടെ ആവശ്യത്തിന് ഇൻസുലിൻ അവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഷുഗറിന് കുറയ്ക്കാൻ പറ്റി എന്നത് മനസ്സിലാക്കി 6.5 എത്തിയെങ്കിൽ വീണ്ടും 3 മാസം കഴിയുമ്പോൾ അത് 6.5 താഴെ തന്നെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി എല്ലാ 3 മാസം കൂടുമ്പോഴും ഷുഗറുള്ള ഒരാൾ 3 മാസത്തെ ആവറേജ് ചെക്ക് ചെയ്ത് ശീലം ആക്കണം എന്നാണ് അതിൻ്റെ രീതി. ഇനി നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഇൻസുലിൻ അടിച്ച് പണിയെടുപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതിന് കൊടുക്കുന്ന ഗുളിയാണ് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഗുളിക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് അവൻ അടിച്ച് പണിയെടുത്തില്ലെങ്കിൽ ഡോക്ടർമാർ എന്ത് ചെയ്യണം? നാളത്തേക്ക് ഇരിക്കുന്ന ഇൻസുലിന് കുറച്ച് അവിടെ നിന്ന് ഇന്നത്തെ ആവശ്യത്തേക്ക് പിഴിഞ്ഞെടുക്കാൻ തുടങ്ങി.
അപ്പോൾ ഇന്നിങ്ങനെ പിഴിഞ്ഞാൽ നാളെ ഞാൻ ഇങ്ങനെ പിഴിയണമെന്ന് പറഞ്ഞു. അപ്പോൾ കാലക്രമേണ അവിടെ ഇരിക്കുന്നത് പിഴിഞ്ഞെടുത്ത് ഇന്നത്തെ കാര്യം നടത്തുമ്പോൾ അത് തീരുമ്പോൾ കാലക്രമേണ ഇന്നിങ്ങനെ പിഴിഞ്ഞത് ഇങ്ങനെ പിഴിയണമെന്നും പഠിച്ചു. അപ്പോൾ ഡോസ് കാലക്രമേണ ഡോസ് കൂടുകയല്ലാതെ കുറയുകയില്ല. ഒരു സമയത്ത് നമ്മളിലുള്ള ഇൻസുലിൻ തീർന്നാൽ, നമ്മളിൽ ഇൻസുലിൻ സ്റ്റോക്ക് തീർന്നാൽ നമുക്ക് ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇൻസുലിൻ തന്നെ എടുക്കണം. അപ്പോൾ ശരിയായ ഷുഗറിൻ്റെ ചികിത്സ ഇൻസുലിനെ ബേസ് ചെയ്താണ്. നമ്മളിൽ ഇൻസുലിൻ തീർന്നാൽ ഇൻസുലിൻ എടുക്കണം. ഇനി പലപ്പോഴും ഇൻസുലിൻ തന്നെ പല രീതിയിലുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്നതുണ്ട്, 12 മണിക്കൂർ പ്രവർത്തിക്കുന്നതുണ്ട്, 6 മണിക്കൂർ പ്രവർത്തിക്കുന്നതുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ആദ്യം ചെറിയ ഷുഗർ ആണെങ്കിൽ അത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഒരു നേരമായിട്ട് കൊടുക്കും. അതിന് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നില്ലെങ്കിലോ 12 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ 2 നേരമായിട്ട് കൊടുക്കും. അതിൽ നിന്നില്ലെങ്കിലോ 6 മണിക്കൂർ 8 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇൻസുലിനെ 3 നേരമായിട്ടും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഒരു നേരം കൂടിയായിട്ട് കൂട്ടിച്ചേർത്തിട്ട് കൊടുക്കും. പിന്നെ ഉള്ള ഇൻസുലിനെ കുറച്ച് അടിച്ച് പണിയെടുപ്പിക്കാൻ കണക്കാക്കിയിട്ടുള്ള ഗുളികകളും പുതിയ ഗുളികൾ ഇറങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെയും കുറച്ച് എക്സ്ട്രാ സഹായങ്ങൾ കൂടി തേടിയിട്ടായിരിക്കും. അപ്പോൾ ഓരോ ഷുഗറും ഒരാൾക്ക് 150 ആണെങ്കിൽ വേറൊരാൾക്ക് 150 ആണെങ്കിൽ 2 പേരുടെയും ചികിത്സ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അതിനെക്കൊണ്ട് തന്നെ നമ്മൾ അന്ധമായിട്ട് ഒരു ഗുളിക കഴിച്ച് ചികിത്സിക്കാതെ ഏതെങ്കിലും ഫിസിഷ്യനെയോ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് ഓരോരുത്തരുടെ ശരീരത്തിൽ ഷുഗർ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായിട്ടുള്ള ഗുളികകൾ കഴിച്ച് ഒരു ഡോക്ടറെ കണ്ടിട്ട് 3-4 കൊല്ലത്തിന് ശേഷമല്ല വീണ്ടും കാണേണ്ടത്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഏത് രാജ്യത്താണെങ്കിലും ഏത് ഡോക്ടറെ കണ്ടാലും 3 മാസത്തെ ആവറേജ് ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ട് ഷുഗറിനെ നമ്മുടെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ള അവസ്ഥയിൽ കൊണ്ടുപോയില്ലെങ്കിൽ നാളത്തേക്ക് ഈ ഷുഗർ നമുക്ക് പണി കിട്ടുമെന്ന് അറിഞ്ഞിരിക്കും. ഇനി വ്യായാമങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷുഗറുള്ള ഒരാൾ ഇപ്പോൾ ഒരു ശരീരത്തിൽ ഇൻസുലിൻ കുറവാണെന്ന് വിചാരിക്കുക. ഇൻസുലിൻ കുറവല്ല, ഇൻസുലിൻ കുറവ് വേറെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു. നമ്മളിലുള്ള ഇൻസുലിൻ്റെ അളവിൽ ഉണ്ട്, പക്ഷേ ഉള്ള ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല. അതിനെയാണല്ലോ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം. പൊതുവിൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന കുറച്ച് തടിയുള്ള ആളുകളിൽ അവരിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ കുറവല്ല, അവരിൽ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ കൂടുതലാണ്. 60 കിലോ വെയിറ്റുള്ള ശരീരത്തിൽ 60 യൂണിറ്റ് ഇൻസുലിൻ വേണമെന്ന് പറഞ്ഞു. അതേപോലെ ശരിക്കും 80 കിലോ വെയിറ്റുള്ള ശരീരത്തിൽ 80 യൂണിറ്റ് ഇൻസുലിൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തടി ഉണ്ടാക്കുന്നതൊന്നും തൈറോയ്ഡാണെന്നും ഒന്ന് ആഹാരമാണെന്നും മൂന്നാമതൊരാളെ പറഞ്ഞാൽ അത് ഇൻസുലിൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഇൻസുലിൻ കുറയുമ്പോൾ ഷുഗർ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ഇൻസുലിൻ കൂടിയാലും ഈ പറഞ്ഞ തടി വരും. അപ്പോൾ ഇൻസുലിൻ ഉണ്ട്, ഉള്ള ഇൻസുലിൻ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇൻസുലിൻ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് തടിയായിട്ട്, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ അവരിൽ നമ്മൾ തടി കുറച്ച് അവരിൽ ഈ പറഞ്ഞ മാതിരി ഉള്ള ഇൻസുലിൻ തീർക്കാതിരിക്കാനുള്ള പണി ചെയ്യേണ്ടതും ഷുഗറിൻ്റെ ചികിത്സയാണ്. അപ്പോൾ 80 കിലോ വെയിറ്റുള്ള ശരീരത്തിൽ ഒരു ദിവസം 100 യൂണിറ്റ് ഇൻസുലിൻ തീരുന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റിനെ കുറച്ച് വച്ചാൽ അപ്പോൾ ഉള്ള ഇൻസുലിൻ അത് തീരാതിരിക്കും. നമ്മുടെ ഓരോ ശരീരത്തിലും ഉള്ള ഇൻസുലിൻ റിസർവ്, നമ്മുടെ കയ്യിലുള്ള പൈസ, ഓരോരുത്തരിലും ഓരോ അളവിലാണ് ഇൻസുലിൻ ഉള്ളത്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ 10,000 യൂണിറ്റ് ഉണ്ട്, വേറെ ശരീരത്തിൽ 10,000 യൂണിറ്റ് ഉണ്ട്. എൻ്റെ വെയിറ്റ് 60 കിലോ ആണെങ്കിൽ മറ്റേ ആളുടെ വെയിറ്റ് 100 ആണെങ്കിൽ ആ വെയിറ്റ് കൂടാതെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ദിവസം 150 യൂണിറ്റ് ഇൻസുലിൻ തീരുന്നുണ്ടെങ്കിൽ ശരിക്കും അവരുടെ ശരീരത്തിലെ ഇൻസുലിൻ പെട്ടെന്ന് തീരാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ വരുമ്പോൾ അവരൊന്ന് തടി കുറയ്ക്കുകയാണെങ്കിലോ അവരുടെ ഒരു ദിവസം ശരീരത്തിൽ തീരുന്ന ഇൻസുലിൻ്റെ അളവിൽ നമുക്ക് ലാഭമുണ്ടാക്കി നാളത്തേക്ക് അവർക്ക് ശരിയായ ഷുഗർ വന്ന് ഇൻസുലിനിലേക്ക് എത്താതിരിക്കാനുള്ള സഹായമാവുകയില്ലേ? അപ്പോൾ ഷുഗർ എന്നത് എന്താണെന്ന് ഏകദേശം എനിക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഷുഗർ എന്നത് പറയുന്നത് മാറുന്ന അസുഖമല്ല, നിയന്ത്രിച്ച് നിർത്തേണ്ട അസുഖമാണ്. ഓരോരുത്തരുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ സ്റ്റോക്ക് അനുസരിച്ച്, ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഭാരവും വെയിറ്റും അനുസരിച്ച്, ഓരോരുത്തരുടെ ശരീരത്തിലെ ജോലി ഭാരങ്ങളനുസരിച്ച്, ഓരോരുത്തരുടെ ആഹാര രീതികളനുസരിച്ച്, ശരീരത്തിന് സൈസ് കൂടുതൽ കുറവ് അനുസരിച്ച് ഓരോരുത്തർക്ക് കഴിക്കേണ്ട ഗുളികയിൽ വ്യത്യാസം വരും. ഇനി ഗുളിക കഴിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തേണ്ടിയും വരും. മാറ്റങ്ങൾ വരുത്താതിരുന്നാൽ അസുഖം രാജാവാണ്. കൂടി നിന്നാൽ കണ്ണിനെയും കിഡ്നിനെയും ഞെരുമ്പിനെയൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ഫിസിഷ്യനാണോ അവരുടെ എല്ലാ 3 മാസം കൂടുമ്പോഴും കണ്ട് നമ്മൾ കഴിക്കുന്ന ഗുളികയിലെ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്ത്, ഷുഗർ കൂടിയാൽ രാജാവാണല്ലോ, കൂടി നിന്നാൽ കണ്ണിനെയും കിഡ്നിനെയും ഞെരുമ്പിനെയും രക്തക്കൊല്ലിനെ ബാധിക്കാമെന്നും നമുക്ക് പഠിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ റിപ്ലൈകൾ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടുക.